നമുക്ക് ബയോടെക്നോളജിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് എക്സ്പ്ലാന്റ് ആണ്. ഏതെങ്കിലും ഒരു സസ്യഭാഗത്ത് നിന്ന്, അതായത് ഇലയാവാം, തണ്ടാവാം, വേരാവാം, അങ്ങനെയുള്ളതിൻ്റെ കോശങ്ങളെയോ ടിഷ്യൂകളെയോ വേർതിരിച്ചെടുത്ത് പോഷക മാധ്യമത്തിൽ വളർത്തുന്ന രീതിയാണ് ഇത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന യഥാർത്ഥ സസ്യഭാഗത്തെ നമ്മൾ എന്ത് പറയും? എക്സ്പ്ലാന്റ് എന്ന് പറയും. പിന്നെ വരുന്നത് ടോട്ടിപൊട്ടൻസി ആണ്. ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കോശങ്ങളുടെ ടോട്ടിപൊട്ടൻസി. ഒരു സിംഗിൾ കോശത്തിന് മുഴുവൻ സസ്യമായി വളരാനുള്ള കഴിവാണ് ഇത് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. പിന്നെ മൈക്രോ പ്രൊപ്പഗേഷൻ, കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം തൈകൾ അത് ഉണ്ടാവുന്നത് ഒരേപോലെയാണ്. ആ ഒരേപോലെ ഉണ്ടാകുന്ന തൈകൾ നമ്മൾ എന്ത് പറയും? ക്ലോൺസ് എന്നാണ് പറയാറ് അല്ലേ? അങ്ങനെയുള്ള ക്ലോൺസ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി മെറിസ്റ്റം കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറിസ്റ്റം കൾച്ചർ വഴി നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സസ്യങ്ങൾ വൈറസ് ഫ്രീ ആയിട്ടുള്ളതായിരിക്കും, ഓർത്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? വൈറസ് വിമുക്തമായിട്ടുള്ള സസ്യങ്ങളെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി സെൽ സസ്പെൻഷൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ദ്രാവക മാധ്യമത്തിൽ സിംഗിൾ സെല്ലുകളെയോ ചെറിയ സെൽ ക്ലസ്റ്ററുകളെയോ വളർത്തുന്ന ഒരു രീതിയാണ് ഇത് സെൽ സസ്പെൻഷൻ കൾച്ചർ. സെക്കൻഡറി മെറ്റാബോളൈറ്റുകളുടെ ഉൽപ്പാദനത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സൊമാറ്റിക് എംബ്രിയോജനസിസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സീഡ് എന്ന് പറയുമ്പോൾ സൊമാറ്റിക് കോശങ്ങളിൽ നിന്ന് ഭ്രൂണങ്ങൾ ഉണ്ടാക്കി, എംബ്രിയോസ് ഉണ്ടാക്കി, അവയെ എന്താണ് ചെയ്യുന്നത്? പിന്നീട് സോഡിയം ആൽജിനേറ്റിൽ എൻക്യാപ്സുലേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ സീഡുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇനി പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചറും സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനും. സെൽവാൾ നീക്കം ചെയ്ത പ്രോട്ടോപ്ലാസ്റ്റുകളെ നമ്മൾ പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള ഏജൻറ്റുകൾ ഉപയോഗിച്ചിട്ട് സംയോജിപ്പിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ സംയോജിപ്പിച്ച് പുതിയ ഹൈബ്രിഡ്സോ അല്ലെങ്കിൽ സൊമാറ്റിക് ഹൈബ്രിഡ്സോ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇത് പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ അല്ലെങ്കിൽ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊമാറ്റോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊമാറ്റോ എന്ന് പറയുന്നത്. പൊമാറ്റോ എന്തെല്ലാം ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്? ഉരുളക്കിഴങ്ങും തക്കാളിയാണ് അല്ലേ? ഓർത്ത് വയ്ക്കുക. ഇനി ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആന്തർ കൾച്ചറാണ്. ആന്തർ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോസ്പോർ കൾച്ചർ വഴി ഹാപ്ലോയിഡ് സസ്യങ്ങൾ ഉണ്ടാക്കി ഹോമോസൈഗോട്ട് ലൈനുകൾ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്രയോ പ്രിസർവേഷൻ, -196°C ഓർത്ത് വയ്ക്കുക. ലിക്വിഡ് നൈട്രജനിൽ സസ്യകോശങ്ങളെയും ജേംപ്ലാസത്തിനെയും ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇത് ക്രയോ പ്രിസർവേഷൻ. ഇനി ബയോ റിയാക്ടർ ടെക്നോളജി നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? വൻതോതിൽ കോശങ്ങളെയും സൂക്ഷ്മാണുക്കളെയും വളർത്താനുള്ള വലിയ സജ്ജീകരണങ്ങളാണ് ഇത് ബയോ റിയാക്ടർ ടെക്നോളജി എന്ന് പറയുന്നത്. ബയോ റിയാക്ടറിൻ്റെ പാർട്സും കാര്യങ്ങളും ഒന്ന് ഓർക്കണം. ഇതൊക്കെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അറിയാത്തവരൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി ജെനറ്റിക് എഞ്ചിനീയറിംഗ് DNA ടെക്നോളജീസ് എന്താണെന്ന് നോക്കാം. അതിൽ ജീൻ മാനിപ്പുലേഷനിൽ വരുന്ന കുറച്ച് എൻസൈമുകളാണ്. അതിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ DNA ഫ്രാഗ്മെൻറ്റിനെ കൃത്യമായ സ്ഥാനത്ത് മുറിക്കാൻ ഉപയോഗിക്കുന്ന മോളിക്കുലർ സിസറുകളാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ പഠിക്കേണ്ടത് പാലിൻഡ്രോം സീക്വൻസുകളാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. പാലിൻഡ്രോം സീക്വൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണെന്നും അറിഞ്ഞിരിക്കണം. പിന്നെ DNA ലൈഗേസ് എന്ന് പറയുമ്പോൾ ആ മുറിച്ച ഫ്രാഗ്മെൻറ്റുകൾ തമ്മിൽ ഒട്ടിക്കുന്ന ഒരു മോളിക്കുലർ ഗ്ലൂ ആണ് ഇത് DNA ലൈഗേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെക്റ്റേഴ്സിന് എക്സാമ്പിൾ പ്ലാസ്മിഡ്, ബാക്ടീരിയോ ഫേജുകളൊക്കെയാണ് വരുന്നത്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് അല്ലേ? പിന്നെ അങ്ങനെയുള്ള ജീനുകളെ മറ്റൊരു കോശത്തിലേക്ക് കടത്താൻ ജീനുകളെ മറ്റൊരു കോശത്തിലേക്ക് കടത്താൻ വാഹനങ്ങളായിട്ട് ഇവർ പ്രവർത്തിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ജീൻ ട്രാൻസ്ഫർ രീതികൾ ഏതൊക്കെയാണ്? ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് വഴിയുള്ള സ്വാഭാവിക ജനിതക മാറ്റവും ജീൻ ഗൺ രീതി, അതായത് ജീൻ ഗൺ മെത്തേഡ്, ബയോളിസ്റ്റിക്സ്, ഇലക്ട്രോപൊറേഷൻ തുടങ്ങിയ വെക്റ്റർ ഇല്ലാത്ത രീതികളും ഉണ്ട്. മനസ്സിലായില്ലേ? ബയോളിസ്റ്റിക്സ് പ്ലാന്റ്സിലാണ് വരുന്നത്, മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് PCR ആണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. PCR-ൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ, ഒരു 3 സ്റ്റെപ്പ് ജനറലി നമ്മൾ പറയുന്നുണ്ട്. ഡീനാച്ചുറേഷൻ, പ്രൈമർ ആനീലിംഗ്, എക്സ്റ്റൻഷൻ ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം ടാക് പോളിമറൈസ് ആണ്. ആ എൻസൈം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ബാക്ടീരിയ ഏതാണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ PCR എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? DNA-യുടെ കോപ്പികൾ ദശലക്ഷക്കണക്കിന് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അല്ലേ? ഇനി DNA സീക്വൻസിങ്ങും ലൈബ്രറികളും എന്താ നോക്കാം. ജീനോമിക് ലൈബ്രറികൾ, cDNA ലൈബ്രറികൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതും അവ വിശകലനം ചെയ്യുന്നതുമാണ് ഇവിടെ വരുന്നത് DNA സീക്വൻസിങ്ങിൽ വരുന്നത്. DNA മാർക്കറുകൾ എന്തൊക്കെയാണ്? RFLP, RAPD, AFLP, ISSRA, SSRA, SNPS ഒക്കെ ഇമ്പോർട്ടൻ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തുടങ്ങിയ മാർക്കറുകളൊക്കെ സസ്യങ്ങളുടെ ജനിതക വൈവിധ്യ പഠനത്തിനും മാപ്പിങ്ങിനും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൈക്രോബിയൽ ബയോടെക്നോളജി, GMO, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ
ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്താണെന്ന് നോക്കാം നമുക്കപ്പോൾ. ആൻറ്റിബയോട്ടിക്കുകൾ, ആമിനോ ആസിഡുകൾ, ഓർഗാനിക് ആസിഡുകൾ, വിറ്റാമിനുകൾ, ബയോപ്ലാസ്റ്റിക്കുകൾ, ബയോ സർഫക്റ്റൻറ്റുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സൂക്ഷ്മാണുക്കളുടെ പങ്ക് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ബയോ കൺവേർഷൻ, ഡീഗ്രഡേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ബയോ ട്രാൻസ്ഫോർമേഷൻ വഴിയും ബയോ റെമഡിയേഷൻ വഴിയും പരിസ്ഥിതി മലിനീകരണം എങ്ങനെ കുറയ്ക്കാം എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ജനിതകമാറ്റം വരുത്തിയ സസ്യങ്ങൾ ഏതാണെന്ന് ഓർത്ത് വെക്കണം. BT കോട്ടൺ അല്ലേ, ബാസിലസ് ഒറിജിൻസിസ് ബാക്ടീരിയയിൽ നിന്നുള്ള ക്രൈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ച് കീടങ്ങളെ പ്രതിരോധിക്കുന്ന സസ്യങ്ങളാണത്. ഇനി ഫ്ലേവർ, അതുപോലെ തന്നെ ഫ്ലേവർ സാവർ തക്കാളി, ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത് പോളിഗാലക്ട്രോണിയസ് എൻസൈമ് തടഞ്ഞു നിർത്തി കേടുകൂടാതെ കൂടുതൽ നാൾ നിൽക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയതാണ് ഏത് ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. ആ എൻസൈമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് ഗോൾഡൻ റൈസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വിറ്റാമിൻ A ആണ് അല്ലേ, അതായത് ബീറ്റാ കരോട്ടിൻ സമൃദ്ധമായി അടങ്ങിയ ജനിതകമാറ്റം വരുത്തിയ നെല്ലാണ് ഇത് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അതേപോലെ ബയോ ഫോർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കും. വിളകളുടെ പോഷക ഗുണങ്ങൾ ജനിതകമായി വർദ്ധിപ്പിക്കുന്നതാണ്. പോഷക ഗുണങ്ങൾ എന്ന് പറയുന്നതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ബയോ ഫോർട്ടിഫിക്കേഷൻ എന്താണെന്ന് ചിലപ്പോൾ ഒരു മാത്സ് ഫോളോയിങ് പോലെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. IPR, പേറ്റൻസ്, ബയോ പൈറസി, ബയോ റെഗുലേഷൻസ്, ഇതൊക്കെ പേറ്റൻറ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളുമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക എക്സാമിന് പോകുന്നതിന് മുന്നേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.